കാസർഗോഡ് പാലായിൽ അമ്മയ്ക്കും മകൾക്കും CPM പ്രാദേശിക നേതാക്കളുടെ ഊരുവിലക്കെന്ന ആരോപണം. പറമ്പിലെ തേങ്ങയിടിക്കാൻ തൊഴിലാളികളുമായി എത്തിയപ്പോഴാണ് കയ്യേറ്റവും വാക്കുതർക്കവും ഉണ്ടായത്. പാലായി സ്വദേശി രാധയ്ക്കും മക്കൾക്കും നേരെയാണ് ഇത്തരത്തിൽ CPM പ്രാദേശിക നേതാക്കളുടെ അതിക്രമം ഉണ്ടായത്. എന്നെ തൊട്ടാണ്ടല്ലോ തൊട്ടായി പങ്കുവയ്ക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ഒരുപക്ഷെ ഇത്തരത്തിൽ അതിക്രമത്തിന് പിന്നാലെ ശക്തമായ രീതിയിൽ വധഭീഷണിയും അവർ മുഴക്കുകയാണ്. ഒരുപക്ഷെ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരത തന്നെയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? ഇന്നലെ വൈകുന്നേരമാണ് രാധയ്ക്കും മക്കൾക്കും നേരെ ഇത്തരത്തിലുള്ള ഒരു CPM പ്രാദേശിക നേതാക്കളുടെ ഒരു ഗുണ്ടായിസം ഉണ്ടാവുന്നത്. ഇവർ പ്രധാനമായും പറയുന്നത് പലതരത്തിലുള്ള തങ്ങൾക്ക് നേരെ, തങ്ങളുടെ കുടുംബത്തിന് നേരെ ഇത്തരത്തിൽ പലതവണ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്തെന്നാൽ പാലായിലെ റെഗുലർ കം ബ്രിഡ്ജിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപ് പ്രാദേശിക നേതാക്കൾ ഇവരെ സ്വാധീനിക്കുകയുണ്ടായി. എന്നാൽ സ്ഥലം വിട്ടു നൽകില്ല എന്ന ഒരു കാര്യം ഈ കുടുംബം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള വൈരാഗ്യമാണ് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഊരുവിലക്ക് നടത്തുന്നത്. തങ്ങളുടെ കുടുംബത്തിൽ അറ്റകുറ്റപ്പണിക്ക് പോലും ഒരു പണിക്കാരെ കൊണ്ടുവരാൻ ഈ പ്രാദേശിക നേതാക്കൾ സമ്മതിക്കില്ല. അത്തരത്തിൽ പണിക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ ഇവർ തടയുകയും അസഭ്യവർഷം മുഴക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. പ്രധാനമായും ഇവർ എടുത്തു പറയുന്നത് ഇത് കാലങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം വന്നത് മുതൽ ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കൾ നിരന്തരമായി തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് രാധയും മക്കളും ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. പറമ്പിൽ തേങ്ങ ഇടിക്കുവാനായി വന്നപ്പോഴാണ് ഇത്തരത്തിൽ ചില പ്രാദേശിക നേതാക്കൾ വരികയും വർഷം മുഴക്കുകയും ചെയ്തത്. നമ്മൾ വീഡിയോയിൽ നിന്ന് തന്നെ കേട്ടതാണ്. അത്തരത്തിൽ വലിയൊരു തെറിയാഭിഷേകം തന്നെയാണ് ഈ സ്ത്രീകളാണ് എന്നൊരു പരിഗണന പോലും നൽകാതെ ഇവർക്ക് നേരെ പ്രാദേശിക നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ CPM ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ഒരു കുടുംബത്തെ തന്നെ ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിക്ക് പോലും കുടുംബത്തിലേക്ക് ആളുകളെ കയറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ കുടുംബത്തിന് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് വിഷ്ണു. ദിസ്ന, ഒരുപക്ഷെ ഇത്തരത്തിൽ ജില്ലയിലെ പോലീസ് സംവിധാനം പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ ഈ ഒരു വിഷയം വിരൽ ചൂണ്ടുന്നത്? ഒരുപക്ഷെ ഇത്തരത്തിൽ പോലീസുകാർ പോലും ഈ ഒരു വിഷയത്തിൽ CPM പ്രവർത്തകർക്ക് കുട പിടിക്കുകയാണെന്ന് വേണ്ടേ പറയാം? നീലേശ്വരം പാലായി എന്ന് പറയുന്നത് CPM പ്രവർത്തകരുടെ ഒരു കോട്ട തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിൽ പ്രധാനമായും CPMന്റെ ഭരണമാണ് അവിടെയുള്ളത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനിക്കുന്നത് CPM കക്ഷികൾ തന്നെയാണ്. പക്ഷേ നിലവിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടില്ല എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുറെ തവണ ഇത്തരത്തിൽ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടും ഒരുപക്ഷെ ഭയം മൂലമായിരിക്കാം പോലീസിൽ പരാതി നൽകാതിരുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഇപ്പോൾ അവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും തങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വീഡിയോ വഴി പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത്
കുറേ നാളുകളായി താങ്കൾ ഇത് ക്ഷമിക്കുന്നു, ഇനി ഇത് ക്ഷമിക്കുവാൻ കഴിയില്ല. ഇത്തരത്തിൽ താങ്കളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ഈ പ്രാദേശിക നേതാക്കൾ. ഈ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിന്റെ തുടക്കം. ഇത് വീട്ടുകളിൽ, അതായത് വീട്ടിൽ ഒരു പണിക്ക് വരുന്ന ആളുകളെ പോലും അടുപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അയൽക്കാരുമായുള്ള ബന്ധം വരെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ CPM നേതാക്കൾ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഒറ്റപ്പെടുത്തിയാണ് ഈ രാധയുടെ കുടുംബത്തെ നിർത്തിയിരിക്കുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. കാസർഗോഡ് പാലായിലാണ് അമ്മയ്ക്കും മകൾക്കും CPM പ്രാദേശിക നേതാക്കളുടെ ഊരുവിലക്ക്, ഒപ്പം തന്നെ ഗുരുതരമായ രീതിയിലുള്ള ഒരു അക്രമവും അവിടെ ഉണ്ടായിരിക്കുന്നു. ദുസ്നയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.